ഹേ ഗൈസ്, അപ്പം ഞാൻ കിഷ്കിന്ധകാണ്ഡം മൂവി കണ്ടേക്കുവാണ്. ഞാൻ ആലോചിക്കുകയാണ് ഞാൻ എന്തുകൊണ്ട് ഇത്ര വൈകിപ്പോയി ഇത്രയും കിടിലൻ മാസ്റ്റർ പീസ് തിയേറ്ററിൽ പോയി കാണാമെന്ന്. ഞാൻ ഇപ്പം ശരിക്കും ദുഃഖിക്കുന്നുണ്ട്. കാരണം അത്രയും കിടിലൻ ഒരു മാസ്റ്റർ പീസ്, അല്ലെങ്കിൽ ഒരു ബ്രില്യൻ മൂവി, അല്ലെങ്കിൽ ഒരു ലെജൻഡറി മൂവി എന്നൊക്കെ പറയില്ലേ, ഇടയ്ക്ക് മാത്രം നമുക്ക് ഇങ്ങനെയൊക്കെ വന്ന എന്ന് വെച്ചാൽ മോളിവുഡിലൊക്കെ വന്ന ഒരു പടം, ആ ഒരു റേഞ്ച് പടമാണ് കിഷ്കിന്ധകാണ്ഡം. നമ്മുടെ ആസിഫ് അലി നായകനായ ദിൻജിത്ത് ആണ് ഇതിൻ്റെ ഡയറക്ടർ. പുള്ളി ഒരു വി എഫ് എക്സ് ചെയ്യണ ആളും കൂടിയാണ്. ഞാൻ വിക്കിപീഡിയയിൽ നോക്കിയപ്പോൾ കണ്ടാണ് ഒരു വി എഫ് എക്സ് ഡയറക്ടർ കൂടിയാണ്. പുള്ളിയാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. പടത്തിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, അത്രയ്ക്ക് ഗംഭീര പടമാണ്. എടുത്തു പറയേണ്ട കാര്യമാണ് സ്ക്രീൻ പ്ലേ വാസ് സോ അമേസിങ്. എന്ത് രസമാണെന്നറിയോ സ്ക്രീൻ പ്ലേ. പക്ഷേ ഈ പടം ഉണ്ടല്ലോ, ഞാനാണെങ്കിൽ ഈ തിയേറ്ററിൽ കാണാൻ പോയത്, എല്ലായിടത്തുനിന്നും ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ്. എല്ലാവരും ഈവൻ ഈ റിവ്യൂ പറയണ വലിയ വലിയ ആൾക്കാരാണെങ്കിൽ പോലും അത്രയും ബ്രില്യൻറ്റ് മൂവി എന്ന് പറഞ്ഞാണ് ഞാൻ ഈ പടത്തിന് പോയത്. പക്ഷെ ഞാൻ ഈ പടം കണ്ട് ഫസ്റ്റ് ഹാഫും ഇതെല്ലാം ഇതിനാണോ ഇവർ ഇത്രയും സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ, ഇതൊരു നോർമൽ മൂവിയാണല്ലോ, ഒരു ഡീസൻറ്റ് മൂവിയാണല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവസാനത്തെ ഒരു 20 മിനിറ്റ് വന്നത്. അവസാനത്തെ ആ 20 മിനിറ്റ് വരുമ്പോഴാണ് ഗൈസ് ഈ പടം എന്താണ് നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത്, ഈ പടം എന്താണ് എന്ന് വെച്ചാൽ ഇത്രയും നേരം കാണിച്ചതിൻ്റെ പ്രസക്തി എന്താണ്, ആ 20 മിനിറ്റ് കൊണ്ട് നമ്മളെ മനസ്സിലാക്കി തരും ഗൈസ്. ആ 20 മിനിറ്റാണ് ഇതിൻ്റെ സോൾ എന്ന് പറയില്ലേ, സോൾ, ആ ഒരു ലെവലിലേക്ക്. കാര്യം ഈ 20 മിനിറ്റ് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കും, ഇതാർന്നല്ലേ, ഇതിന് വേണ്ടിയാണെന്നല്ലേ പുള്ളി അങ്ങനെ ചെയ്തത്, അങ്ങനെ എല്ലാം ചിന്തിപ്പിച്ചിട്ട് ലാസ്റ്റ് ഒരു ചെറിയ ചോദ്യം കൂടി മനസ്സിൽ അവശേഷിപ്പിച്ച് നമ്മളെ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ഒരു പടമാണ് ഈ പടം. എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച നടനായിരുന്നു വിജയരാഘവൻ. പുള്ളി ഗംഭീരമാണ് ഈ സിനിമയിൽ. അതുപോലെ ആസിഫ് അലി ആണെങ്കിലും അപർണ ബാലമുരളി ആണെങ്കിലും ഈ സിനിമയിൽ വളരെ സെറ്റപ്പാണ്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അൺവാണ്ടഡ് സീനോ അൺവാണ്ടഡ് ഡയലോഗോ അൺവാണ്ടഡായിട്ട് ഒരു ക്യാരക്ടറോ ഈ സിനിമയിൽ കടന്നു വന്നില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു മേന്മ എന്ന് എനിക്ക് തോന്നിയത്. കറക്റ്റ് എത്ര മണിക്കൂർ, 2 മണിക്കൂർ 5 മിനിറ്റ് അങ്ങാണ്ടാണ് പടമുള്ളൂ. അത്രയും കറക്റ്റാണ്, വേറെ ഒന്നും വേണ്ട. ഇനി ഇത് കട്ട് ഷോട്ടാക്കാനോ ഇല്ല, ഇതിനി കൂട്ടാനോ ഇല്ല. അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് ഈ പടം എടുത്തു വെച്ചേക്കണത്. നിങ്ങൾ ഈ പടം കാണാൻ പോകുമ്പം ആരും പറയുന്നത് കേൾക്കാൻ നിൽക്കരുത്. ട്രസ്റ്റ് മീ ഗൈസ്, ഇതിൻ്റെ ലാസ്റ്റ് തന്നെ ഒരു BGM പ്ലസ് ഇതിൻ്റെ ക്ലൈമാക്സ് സീക്വൻസ് gives you definitely a goosebumps. Take a ticket and just watch.